ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ദീപാവലി ആശംസകൾ ആദ്യമേ തന്നെ നേരുകയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ദീപാവലിക്കായാലും, അതായത് ഇന്നായാലും അല്ലെങ്കിൽ നാളെ ആയാലും ഏത് സമയവും വൈകുന്നേരം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. ഇത് നല്ല രീതിയിൽ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം വരെ നമുക്കത് സൂക്ഷിക്കാൻ പറ്റുമേ. ഇപ്പം ഞാൻ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ ലെവലായിട്ട് പഞ്ചസാര പൊടിച്ചതും 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ മാക്സിമം 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ അയമോദകം എല്ലാവർക്കും അറിയാമെന്നറിയാം, എന്നാലും തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഞാനിത് വെറുതെ ഒന്ന് ക്ലോസപ്പിൽ കാണിക്കുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് ചെറിയൊരു ജീരകം പോലെയാണ് ഇരിക്കുന്നത്. ഇത് കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ചെറുതായിട്ടൊന്ന് പൊടിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു മണവും വരും. അത് കഴിഞ്ഞിട്ട് ആ പൊടിയിലേക്ക് നമുക്ക് ചേർക്കണം. പിന്നെ ചേർക്കാനുള്ളത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ ചേർക്കല്ലേ ഇതിൽ കേട്ടോ. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കറക്റ്റായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളം കൂടെ. ഞാൻ ഓരോ ടേബിൾ സ്പൂണായിട്ടാണ് ഒഴിക്കുന്നത്. അവസാനം എത്ര ആയിന്ന് ഞാൻ കറക്റ്റായിട്ട് നിങ്ങളോട് പറയാമേ. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചൂടുവെള്ളമോ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഏതാണ്ടൊരു പുട്ടിന് നനയ്ക്കുന്ന ഒരു പരുവമേ ആയിട്ടുള്ളൂ. പക്ഷേ പെട്ടെന്നാണ് ഇത് നല്ലൊരു കുഴയ്ക്കാവുന്ന പരുവത്തിലാവുന്നത്. ഇപ്പോൾ ദേ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും പോരാന്ന് തോന്നിയത് കൊണ്ട് വീണ്ടും 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഇപ്പം മൊത്തം 3 ടേബിൾ സ്പൂൺ വെള്ളമായല്ലോ. ഈ 3 ടേബിൾ സ്പൂൺ വെള്ളം കൊണ്ട് നല്ല കട്ടിയായിട്ട് ഒരു മാവ് കുഴച്ചെടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ അതിലോട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു മാവിൻ്റെ അയവായത്. നിങ്ങൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് കുഴച്ച് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ, കാരണം ഞാൻ എപ്പോഴും പറയുമല്ലോ മാവിൻ്റെ വ്യത്യാസം ഒക്കെ ചിലപ്പം മാവ് എടുക്കുന്നതിൻ്റെ ചിലപ്പോൾ ഒരിച്ചിരി കൂടുതലോ കുറവോ ആണെങ്കിൽ, അതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നെ ഒരു ടീസ്പൂൺ കൂടെ വെള്ളം ഒന്നൊഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെയും 1 ടീസ്പൂൺ കൂടെ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ മതി കേട്ടോ. ഇപ്പോൾ ദേ നല്ല ഒരു പരുവത്തിന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് 17 എണ്ണമാണ് കിട്ടിയത് കേട്ടോ. വളരെ ചെറിയൊരളവാണ് ഞാൻ എടുത്തത്. വളരെ ഈസിയാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ദേ ഒരേപോലെ വലിപ്പത്തിലുള്ള ഒരു ഷേപ്പിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ടത് 4 ഈക്വൽ പാർട്സായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യണേ. അത് മുറിക്കുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഓരോ സമയത്ത് അതൊക്കെ പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ ദേ നിങ്ങൾ കണ്ടല്ലോ, ഒരേ വലുപ്പത്തിലുള്ള 4 ഉണ്ടകൾ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പരത്തിയിട്ട് അത് 4ഉം കൂടെ നമുക്ക് ഒന്നാക്കുകയാണ് ചെയ്യേണ്ടത്. ചപ്പാത്തി പരത്തുന്ന പലകയിലായാലും ഇങ്ങനെയുള്ള പലകയിലായാലും നമ്മൾ പൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ ഇതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടല്ലേ നമ്മൾ കുഴച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അത് തന്നെയല്ല, മൈദ ആയതുകൊണ്ട് അത്ര വലുതായിട്ട് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പം നല്ല കട്ടി കുറച്ച് കഴിയുന്നതും ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ മൈദ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം കൂടെ 4ഉം ഒന്നിച്ച് വെക്കേണ്ടതല്ലേ. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പെതുക്കെ ഒരുപാട് ഫോഴ്സ് കൊടുക്കാതെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരേ ഷേപ്പിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ദേ ആദ്യത്തേത് നമ്മൾ കറക്റ്റായിട്ട് പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ബാക്കി 3 എണ്ണവും കൂടെ ഏതാണ്ട് ഒരേ ഷേപ്പിൽ പരത്തിയെടുക്കണം. ഇപ്പോൾ പിന്നെ ദേ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ആദ്യം എടുക്കുക. ചപ്പാത്തി പോലെ നമ്മൾ പരത്തിയത് ഒരെണ്ണം ആദ്യം എടുത്തിട്ട് അതിൽ എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്യുക. ഒരുപാട് എണ്ണ വേണ്ട, പക്ഷേ അത്യാവശ്യം എല്ലായിടത്തും ഒരേപോലെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേറെ ഒരെണ്ണം നമ്മൾ പരത്തി വെച്ചതെടുത്തിട്ട് ദേ ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ, പെതുക്കെ മൈദ ആയതുകൊണ്ട് തന്നെ പെതുക്കെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സൈഡെല്ലാം ഒരുപോലെ അങ്ങ് ആക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ചപ്പാത്തി പോലെ പരത്തി വെച്ചിരുന്ന 4ാമത്തേതും ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതൊന്ന് പരത്തി കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടല്ലോ, ആ 4 എണ്ണം കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേ കൂടെ വലിയൊരു ചപ്പാത്തി പോലെ കിട്ടും. അത് ഒരേപോലെ ഒരേ ഘനത്തിൽ കട്ടി കുറച്ചാണ് പരത്തേണ്ടത് കേട്ടോ. കാരണം നമ്മളിനിയും നിങ്ങൾ അതിൻ്റെ ആ ഷേപ്പ് കണ്ടല്ലോ, ആ സ്നാക്കിൻ്റെ ഷേപ്പ് കണ്ടല്ലോ, അത് ചുരുട്ടി വരുമ്പോഴത്തേക്ക് അകം വരെ നന്നായിട്ട് ക്രിസ്പ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കട്ടി കുറച്ച് പരത്തിയേ പറ്റുള്ളൂ കേട്ടോ.
നിങ്ങൾക്ക് പൊടിയില്ലാതെ പരത്താനായിട്ട് പേടിയുണ്ട്, ഒട്ടിപ്പിടിക്കുന്നൊരു പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു മയം എണ്ണ പുരട്ടി കൊടുത്താൽ മതി, നമ്മുടെ ചപ്പാത്തി പലകയിലാണെങ്കിലും ഇങ്ങനെയുള്ള പലകയിലാണെങ്കിലും. ഇനിയിപ്പോൾ ദേ നിങ്ങൾ കണ്ടല്ലോ, ആദ്യം ഹാഫായിട്ട് മുറിച്ചു, പിന്നെയും ഒന്നുകൂടെ അത് കാൽ ഭാഗം വെച്ചിട്ടാക്കി, പിന്നെ ഇങ്ങനെ ഓരോന്നിൻ്റെയും നടുക്കൂടെ എത്രയും ചെറുതാക്കാമോ അത്രയും ചെറുതാക്കുക. പിസ്സ കട്ടർ ഉള്ളത് കൊണ്ട് ഞാൻ അതുകൊണ്ട് അങ്ങ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ സാധാരണ കത്തി ഉപയോഗിച്ചിട്ടും ചെയ്യാമേ. ഇപ്പം ദേ ആദ്യത്തേത് ഞാൻ നിങ്ങളെ ഒന്ന് ഷേപ്പ് ചെയ്ത് ക്ലോസപ്പിലൊന്ന് കാണിക്കുക. എന്ത് ശേലായിരിക്കുന്നു അല്ലേ കാണാനായിട്ട്. അതുപോലെ ഓരോന്നും ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് അങ്ങ് മൂടി വെക്കുന്നതാണ് നല്ലത് കേട്ടോ, അങ്ങ് ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട്. ഇനിയിപ്പം നിങ്ങളെ ക്ലോസപ്പിൽ അത് ഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഈ ബോർഡിൽ വെച്ച് ചെയ്യുന്നതാണ് എളുപ്പമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കൈവെള്ളയിൽ തന്നെ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള പീസ് എടുത്ത് വെച്ചിട്ട് നമുക്ക് റോൾ ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. ഇപ്പം ദേ കുറേ കൂടെ അടുത്ത് നിങ്ങൾക്ക് കാണാമല്ലോ, ഒരു സൈഡിൽ നിന്ന് ഒരു പാടുമില്ല, ചെറുതായിട്ട് ഇങ്ങനെ തെറുത്ത് വരുമ്പോൾ ഏറ്റവും അവസാനത്തെ ആ ഭാഗമാകുമ്പം ചെറുതായിട്ടൊന്ന് വെള്ളം തൊട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ അറ്റം മാത്രം നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തിളച്ച എണ്ണയിലിടുമ്പോഴേക്ക് അതിങ്ങി വിടർന്നു പോരും. അതുകൊണ്ട് ഒരെണ്ണം കൂടെ കാണിക്കാമേ. പിന്നെ ഒരു കാര്യമേ ഉള്ളൂ, സൈഡിൽ നിന്ന് അങ്ങനെ ചുരുട്ടി വരുമ്പോഴത്തേക്ക് ലൂസായി പോകരുതെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇച്ചിരി ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിച്ചങ്ങനെ ചുരുട്ടുകയും വേണ്ട. ഇപ്പം ദേ രണ്ടാമത്തേതാണെന്നുണ്ടെങ്കിലും അതിൻ്റെ സൈഡിലൊരു പൊടിക്ക് വെള്ളം ഒന്ന് തേച്ച് കൊടുത്തു. അത് മൈദമാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് അയഞ്ഞോളും. എന്നിട്ട് ആ സൈഡ് മാത്രം നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക, അതിൻ്റെ ഷേപ്പ് പോകാതെ തന്നെ. ഇപ്പം ദേ ഒരു 16-17 എണ്ണം ഉണ്ട്. ഇത് എല്ലാം നിങ്ങൾ കണ്ടല്ലോ. ഇത് ഇത്രയുമേ ഉള്ളായിരുന്നു ഈ ഒരു കപ്പ് മാവ് കൊണ്ട് എടുത്തു കഴിഞ്ഞപ്പോൾ കേട്ടോ. ഈ സ്നാക്സ് ഇനി നമുക്ക് വറുത്തെടുക്കേണ്ടതാണ്. വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. പക്ഷേ കുറേ കൂടെ നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടികൾ നമ്മൾ എടുക്കുകയാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചാട്ട് മസാലയും കുറച്ച് ഉപ്പുമാണ്. ആദ്യം ഇട്ട് കൊടുത്തത് ഉപ്പാണ് കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഈ പൊടിയെല്ലാം ഒരേപോലെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ആദ്യം വറുത്തെടുക്കണം. ഈ സ്നാക്സ് എല്ലാം നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ചെറിയ തീയിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, പുറം മാത്രം അങ്ങ് ബ്രൗൺ കളറാകും, അകത്തോട്ട് ക്രിസ്പി ആവത്തില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും വലിയ ഫ്ലെയിമിലിട്ട് ഇത് വറുത്ത് കോരരുതേ. അഥവാ നിങ്ങൾക്ക് അബദ്ധം പറ്റി ഒരിച്ചിരി തീ കൂടിപ്പോയി പെട്ടെന്ന് അങ്ങ് വറുത്തെടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അകം മൂത്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം നിങ്ങൾക്കറിയാലോ, അപ്പം അകത്തെ മാവും കൂടെ ക്രിസ്പ് ആയില്ല എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ചേക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അകം വരെ നമ്മൾ ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കട്ടി കുറയ്ക്കുകയും വേണം. നല്ലതായിട്ട് കട്ടി കുറച്ച് പരത്തിയിട്ട് വേണം ഇതുപോലെ നമ്മൾ ചുരുട്ടിയെടുക്കാനായിട്ട്. അപ്പം അകത്തോട്ട് അധികം മാവ് കാണത്തില്ല, പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും അകം വരെ. അപ്പോൾ ഈ ഒരു കോട്ടിങ്, ഈ മസാലയുടെ ഒരു കോട്ടിങ്ങും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറോടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാതെ നമുക്ക് സമയം കിട്ടുമ്പോൾ ഇതിരിച്ചിട്ട് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കാം. എന്ത് ശേലായിരിക്കുന്നു അല്ലേ വറുത്തെടുത്തപ്പോഴും കാണാനായിട്ട്. ഇപ്പം നമ്മുടെ സ്നാക്സ് മുഴുവൻ വറുത്ത് കഴിഞ്ഞേ. ഇനിയിപ്പോൾ അതിലോട്ട് കുറച്ച് എണ്ണമയം കാണുമല്ലോ, അത് ആ സമയത്ത് തന്നെ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൊടികളെല്ലാം കൂടി ഇതിലോട്ട് തട്ടി കൊടുക്കണം. പക്ഷേ നമ്മളങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്ക് കുറച്ച് കൂടുതൽ കാണും ആ പൊടികൾ, അതിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഒരു വലിയ കണ്ണുള്ള ഒരു അരിപ്പയിലോ ഇതുപോലുള്ള ഒരു സാധനത്തിലോ വെല്ലം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആവശ്യത്തിൽ കൂടുതലുള്ള അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിയെല്ലാം അങ്ങ് പൊയ്ക്കോളും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ റെസിപ്പിയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇതൊന്ന് തയ്യാറാക്കി കൊടുക്കണേ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള ഒരു ദീപാവലി ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. അപ്പം നമുക്ക് നാളെ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്